ഇത് കണ്ടോ, ഇന്ന് വാഴയിലയിൽ നല്ല സൂപ്പർ ഒരു അടയാണ് ഉണ്ടാക്കിയത്. അതിനായിട്ട് ഞാൻ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയ ശേഷം ഇങ്ങനെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നീട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ടില്ല. ഇനി കുറച്ച് ശർക്കരപ്പാനി അതിലേക്ക് ചേർത്തു. പിന്നെ ഒരു പിടി തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യിൽ കുറച്ച് കാഷ്നട്ട് കൂടെ വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വാഴയില ഞാനിവിടെ നേരത്തെ വാങ്ങിയതാണ്. അത് സിബ്ലോ കവറിലാക്കി വെച്ചിരുന്നതാണ്. അതൊന്നെടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതിങ്ങനൊന്ന് പ്രസ് ചെയ്തെടുക്കാമേ. അങ്ങനെ നമ്മുടെ അടയൊക്കെ ഞാനൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് റെഡിയാക്കിയൊന്ന് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ. ഇതിലേക്ക് ഞാൻ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാമേ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഇതൊരു പ്രത്യേക ടേസ്റ്റായിരുന്നേ. കൂടെ ഒരു നല്ല കോഫിയും ഉണ്ടായിരുന്നേ. താങ്ക് യു ഫോർ വാച്ചിങ്.